ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിലതാ മനുഷ്യൻ അവന്റെ സക്കാത്തുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കാൻ ആളെ കിട്ടൂല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഇന്നും നമുക്കതിന്റെ ഒക്കെ ചില സാമ്പിളുകൾ നമുക്ക് കണ്ടുകൂടെ. മുമ്പ് കാലത്തുള്ള ആളുകളെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ നോക്കൂ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ 10 പൈസയോ 50 പൈസയോ 1 രൂപയോ ഒക്കെ കൊടുത്താൽ തൃപ്തിപ്പെട്ടിരുന്നു. ഇന്ന് നിങ്ങൾ വരുന്ന യാചകനാണെങ്കിലും 1 രൂപ കൊടുത്തു നോക്കൂ, 1 രൂപ കൊടുത്തു നോക്കൂ, 5 രൂപ കൊടുത്തു നോക്കൂ, ഇതെനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് 5ന്റെ നോട്ട് വലിച്ചെറിയുന്ന അനുഭവങ്ങളില്ലേ? മുമ്പ് കാലത്തുള്ള തലമുറയോട് ഈ വർത്താനം പറഞ്ഞാലോ അവര് വിശ്വസിക്കോ? ഇങ്ങനൊരു കാലം വരും. 1-2 ഉറുപ്പിക കൊടുത്താൽ വലിച്ചെറിയുന്നൊരു കാലം വരുന്നു. നമ്മുടെ മുമ്പുള്ളൊരു കുറെ തലമുറയോട് പറഞ്ഞ അതൊക്കെ വെറുതെ പറയാ, അന്ന് 10 പൈസക്ക് ചായയും കടിയും കിട്ടും. 10 പൈസ കൊടുത്താല് ചായയും പുട്ടും കടിയൊക്കെ കിട്ടും നമുക്ക്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ പുരോഗമിച്ചപ്പോ ആർക്കും 5 പൈസ വേണ്ട, 10 പൈസ 25 പൈസ 50 പൈസ കണ്ട ആരോടുക്കോ? പണ്ട് 50 വഴി കണ്ട എടുത്ത് പോക്കറ്റിലിടും. അതിന് വലിയൊരു വിലയാണ് അല്ലേ? ഇന്ന് ആർക്കോ വല്ല വിലയുണ്ടോ? ഇന്ന് ലക്ഷപ്രഭു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കോടിപതി, അതും കഴിഞ്ഞ് വലിയ മില്ലനയർ ബില്ലനയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ നമുക്കത് ഇന്ന് മനസ്സിലാകും, അന്നത്തെ കാലത്തുള്ളവർക്കത് മനസ്സിലാവില്ല. ഇനി നമുക്കെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ കാര്യം വരും തലമുറ അനുഭവിക്കാൻ പോകുന്നു. സക്കാത്തിന്റെ മുതലുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നാലും സ്വീകരിക്കാൻ ആളില്ല. ലാ ഹറബലീ ഫീ ഐ ലാ ഹാജതലീ ഫീ, എനിക്കതിന്റെ ആവശ്യമില്ല, എന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ടെന്ന് പറയുന്നൊരു കാലം വരാനിരിക്കുന്നു. ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അല്ലേ? സദഖ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പറഞ്ഞത് സത്യസന്ധമാണ്. അത് ലോകത്ത് ഏതെങ്കിലും ഒരു കാലത്ത് വരാനുള്ളതുമാണ്. ഇനി അവസാനം പറയുന്നു, വഹത്താ തൗദാറുൽ അറബി, അറബ് മണ്ണതാ മടങ്ങി വരാൻ പോകുന്നു. മുറൂജൻ വൻഹാറാ, നദികളും അതുപോലെ തന്നെ പുൽമേടുകളും ഉദ്യാനങ്ങളുമൊക്കെ അറേബ്യൻ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. അതും സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഇമ്മ അന്നഹു സയകൂനു ബിസബബിൻ നശാത്തി الزراعي المتزايد في هذه الايام وما يقوم به اهل تلك المنطقه من حفر الآبار وزراعة الارض بشكل لم يكن معهودا من قبل. എന്താണ് ചുരുക്കി പറയട്ടെ, ചില പണ്ഡിതന്മാർ പറയുന്നത് അതാ അറബ് രാജ്യങ്ങളിലൊക്കെ മുമ്പില്ലാത്തത്ര കാർഷികമായ അഭിവൃദ്ധികൾ ഉണ്ടാകും. കിണറുകൾ അവിടെവിടെയായിട്ട് കിണർ ഒഴിക്കാൻ തുടങ്ങും. അങ്ങനെ ജലസമൃദ്ധി ഉണ്ടാകും. വെള്ളമില്ലാത്തതാണല്ലോ ഊഷരഭൂമിയിൽ പലപ്പോഴും തോട്ടങ്ങളില്ലാത്തത്, കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത്. അങ്ങനെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അവിടെവിടെയായി കണ്ടെത്തപ്പെടുമ്പോ ജലത്തിന്റെ ദൗർലഭ്യം പോയിട്ട് ജലം ധാരാളമായി കിട്ടാവുന്ന നിലക്ക് അവിടെവിടെയായി പുതിയ രൂപത്തിൽ കിണറുകൾ ഇങ്ങനെ രംഗത്ത് വരും. കിണർ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ കിണർ കുഴിക്കുമ്പോൾ വെള്ളം കിട്ടിയാൽ നമുക്ക് വെള്ളമുണ്ടല്ലോ, ഇനി കൃഷി ചെയ്തുകൂടെ എന്ന ചിന്ത വരും. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വഇമ്മാ ബിസബബി തഗയ്യുരിൽ മുനാഖി ബിഖുദ്റത്തി ഖാദിരിൻ മിമ്മാ യുഅദ്ദി ഇലാ തഗയ്യുരിൻ ഫീ ഖദിയത്തിൽ അർദി. അതാ പിന്നീട് പറയുകയാണ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാ ഈ രാജ്യത്തെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരും. വലിയ മാറ്റം കാലാവസ്ഥയിൽ വരും. ചെടികൾക്കും വൃക്ഷങ്ങൾക്കും കാർഷികോൽപ്പന്നങ്ങൾക്കുമൊക്കെ വളരാനും സമൃദ്ധമായി ഉണ്ടാകുവാനും യോജിക്കുന്ന നിലക്കുള്ള ഒരു കാലാവസ്ഥയല്ലല്ലോ ഇന്ന് അറേബ്യൻ മണ്ണിലുള്ളത്. ആ ഒരവസ്ഥക്ക് മാറ്റം വന്ന് യോജിക്കുന്ന നിലക്ക്, കാർഷിക പുരോഗതിക്ക് നിദാനമാകുന്ന നിലക്ക് രാജ്യത്തിന്റെ കാലാവസ്ഥയിലുള്ള മാറ്റം മുഖേനയും സംഭവിക്കാം. അല്ലാഹു അഅലം. വ്യാഖ്യാനങ്ങൾ അതിന്റെ വഴിക്ക് പോകുന്നു. എന്തായാലും അങ്ങനെ നടക്കും എന്നാണ്. അങ്ങനെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഇതിലേക്ക് സൂചനാപരമായ ഒരു കാര്യം സംഭവിച്ചത്. അതാ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതാ തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇന്നക്കും സതഅതൂന ഗദൻ ഇൻഷാ അല്ലാഹ് ഐന തബൂക്ക്.
തബൂക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നിങ്ങൾ വരുമ്പോ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ചെറിയ അരുവി ഉണ്ടാവും, ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അരുവി ഇവിടെ ഉണ്ടാവും. മാത്രല്ല ഇന്നക്കും രാവിലെ ഒരു ഇളയുച്ച നേരത്തെ നിങ്ങൾ ഇവിടെ എത്തുകയുമുള്ളൂ. അങ്ങനെ രാവിലെ നിങ്ങൾ വന്നു നോക്കുമ്പോ ആ നിലക്കുള്ള ഒരു ചെറിയ ചലനം, ഒരു വെള്ളത്തിന്റെ ചലനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പമഞ്ചാഹാമിൻകും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആ സമയത്ത് അതിന്റെ സമീപത്തെത്തിപ്പോയാൽ ഞാനെത്തുന്നത് വരെ അവിടെ കാണുന്ന വെള്ളം തൊട്ടുപോകരുത്. ഇതാണ് സംഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. നാളെ നിങ്ങൾ ഇങ്ങനെ ചെറിയ അടയാളം കാണും. അതിന്റെ അടുത്ത് നിങ്ങൾ ഈ സമയത്ത് എത്തിയിട്ട് ആരെത്തിയാലും ഞാൻ വരുന്നതിന് മുമ്പ് ആ വെള്ളം തൊട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വിറ്റേ സമയത്ത് അതേ ഘട്ടത്തിൽ സമയത്തിൽ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തി നോക്കുമ്പോ വഖദ് സബഖനാ ഇലൈഹാ റജുലാനി, ഞങ്ങൾക്ക് മുമ്പേ വേറെ രണ്ടാൾ അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാളുകൾ ഞങ്ങളുടെ മുമ്പേ അവിടെ എത്തിയിരുന്നു. വൽഐനു മിസ്ല ഇസ്തിറാഖി വൽഐനു മസലു ഇസ്തിറാഖി തബില്ലു ബിശൈഇൻ മിൻമാ. അപ്പോൾ നോക്കുമ്പോഴതാ ഒരു ചെറിയ രൂപത്തിലുള്ള ഇങ്ങനെ കിനിഞ്ഞിറങ്ങും പോലെ ഇങ്ങനെ വെള്ളം പൊട്ടുന്നു. അങ്ങനെ ഒരു കിനിഞ്ഞിങ്ങനെ ഇറങ്ങുന്നത് പോലെ അതാ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്ന മുമ്പേ അവിടെ എത്തി എന്ന് പറഞ്ഞ രണ്ടാളുകളില്ലേ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മസസ്തുമാ മിൻ മാഇഹാ ശൈആ, നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് തൊട്ടുവോ? നിങ്ങൾ ഈ വെള്ളം സ്പർശിച്ചിട്ടുണ്ടോ? കാലാവർ രണ്ടാളും പറഞ്ഞു, നഅം, അതേ ഞങ്ങൾ തൊട്ടിട്ടുണ്ട്. ഫസബ്ബഹുമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ അവരെ കുറെ ശകാരിച്ചു. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. ഖാല ലഹുമാ മാ ശാ അല്ലാഹു അൻ യഖൂല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണമെന്നാണോ അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അത് റസൂൽ പറയുകയും ചെയ്തു. ثم غرفوا بأيديهم من العين قليلا. പിന്നെ സഹാബത്ത് എന്ത് ചെയ്തു? അള്ളാന്റെ റസൂൽ അവിടെ ഉണ്ടല്ലോ, ആ സമ്മതപ്രകാരം ആ ചെറിയ രൂപത്തിലുള്ള വെള്ളത്തിന്റെ താലിൽ നിന്ന് അവരുടെ കൈ കൊണ്ടതാ അവരൽപ്പം വെള്ളം കോരി. അങ്ങനെ വെള്ളം കോരിയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ ഇരു കൈകളും മുഖവും ആ വെള്ളം കൊണ്ട് കഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ശറഫാക്കപ്പെട്ട കൈകളും അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖവും പവിത്രമായ മുഖവും കൈകളും കഴുകിയ വെള്ളം ആ സ്ഥലത്തേക്ക് തന്നെ അങ്ങ് തിരിച്ചൊഴിച്ചപ്പോൾ അതാ ആ അരുവി അങ്ങനെ ഒഴുകാൻ തുടങ്ങുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യും മുഖവും കഴുകിയ ആ വെള്ളം അതിലേക്ക് അങ്ങ് വീഴ്ത്തിയപ്പോൾ അതാ മുഅജ്ജത്ത് സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത മാനുഷികമായ ദൃഷ്ടാന്തം അവിടെ അതാ സംഭവിക്കുകയാണ്. സമൃദ്ധമായ നിലക്ക് വെള്ളമൊഴുകുന്നു. ആളുകളൊക്കെ കുടിച്ചു, ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തി. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, യൂശികു യാ മുആദ് ഇൻ ഖാലത് ബിക ഹയാത്തുൻ അൻ തറാ മാ ഹുനാ ഖദ് മുലിഅ ജിനാനാ. ഓ മുആദേ, നിനക്ക് ജീവിച്ചിരിക്കാൻ ഇനിയും ആയുസ് കിട്ടുകയാണെങ്കിൽ, ഇനിയും കുറെ കാലം നീ ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, ഇതാ ഈ കാണുന്ന ഊഷരമായി കിടക്കുന്ന മണ്ണ് തോട്ടങ്ങളാൽ നിറക്കപ്പെടാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രവചിക്കുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്കൂ നിങ്ങൾ, ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നു. ഇന്ന് തബൂക്കിൽ പോയി നോക്കിയാൽ തബൂക്ക് തോട്ടങ്ങളുടെ നാടാണ്. തബൂക്ക് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. ഇന്നലെ ആ പണ്ഡിതന്മാര് പറയുന്നു, അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം അക്ഷരം പ്രതി പുലർന്നതായി നമുക്ക് കാണാം. ഫഖദ് മുലിഅത്ത് അർദു തബൂക ജിനാനാ, തബൂക്കിന്റെ മണ്ണെന്ന് തോട്ടങ്ങളാൽ സമൃദ്ധമാണ്. വകസുറത് ബിഹൽ ബസാതീൻ വസ്സിറാഅ ബികുല്ലി അൻവാഇഹാ, ആ നാട്ടിൽ
നാട്ടിൽ നിന്ന് കൃഷിയും തോട്ടങ്ങളും ഉദ്യാനങ്ങളും എത്രത്തോളം ആ നാട്ടിൽ നിന്നതാ പുലറും ഫവാക്കിഹും ഹുബൂബും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ധാന്യങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോലും ആ രൂപത്തിലുള്ള സമൃദ്ധി ഇന്ന് തബൂക്കിനുണ്ട്. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യം തന്നെ. വളരെ കണിശമായി ഇന്നത് പുലർന്നു കഴിഞ്ഞു. അപ്പൊ നോക്കൂ നിങ്ങൾ, അത് അന്ന് തന്നെ സംഭവിച്ചു. ഇനിയും അറേബ്യൻ ജസീറത്തുൽ അറബിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് വേറൊരു കാര്യം കാണാം. നേരത്തെ പറഞ്ഞില്ലേ, പണത്തിന് വേണ്ടി പോരടിക്കുന്ന, ആ സ്വർണത്തിന്റെ വല കൈക്കലാക്കാൻ വേണ്ടി പോരടിക്കുന്ന, അതിനു വേണ്ടി യുദ്ധം ചെയ്തിട്ട് 199 കൊല്ലപ്പെടുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറ്റൊരു വശം പറയുന്നുണ്ട്. അതാ ഭൂമി ഒരു കാലഘട്ടത്തിൽ അതിന്റെ എല്ലാ കുനൂസുകളെയും പുറത്തേക്ക് തള്ളും. ഭൂമി അതിൽ ശേഖരിച്ചു വെക്കപ്പെട്ടിട്ടുള്ള അതിന്റെ ധനങ്ങളെ അതാ പുറത്തേക്ക് തള്ളുകയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ തൂണുകൾ തന്നെ പ്രത്യക്ഷപ്പെട്ടാലും ഭൂമി അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരുപാട് സമ്പത്തിന്റെ ഉറവിടങ്ങളെ, സ്രോതസ്സുകളെ പുറത്തേക്ക് വിടുന്ന ഒരു കാലഘട്ടം വരും. അന്നതിന്റെ സമീപത്തുകൂടെ ആളുകൾ നടന്നു പോകുമ്പോ അവര് പറയും, ആർക്ക് വേണം ഇതൊക്കെ, ആർക്ക് വേണം ഇതൊക്കെ, ഇതിനു വേണ്ടിയാണല്ലോ കാറ്റിലോ ആളുകളെ പണത്തിന് വേണ്ടി കൊന്നവൻ അവിടെ എത്തുമ്പോ പറയും, ഈ പൊന്നിനാണല്ലോ ഞാനൊരുപാട് ആളെ കൊന്നത്, ഇപ്പോൾ എനിക്കൊരാവശ്യമില്ലാതെയായല്ലോ. കള്ളന്മാര് വന്നിട്ട് പറയും, ഈ കാര്യം ഞാൻ കട്ടതിന്റെ പേരിൽ, ഇത് കൊള്ളയടിച്ചതിന്റെ പേരിലാണല്ലോ എന്റെ കൈമുറിക്കപ്പെടേണ്ടി വന്നത്, ഇന്നെനിക്കിതിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ പണത്തിന്റെ പേരിൽ കുടുംബബന്ധം മുറിച്ചവൻ വന്നിട്ട് പറയും, ഇതിന്റെ പേരിലാണല്ലോ ഞങ്ങൾ വാപ്പയും മക്കളും ജ്യേഷ്ഠരും അനുജന്മാരും തമ്മിൽ തല്ലിയിട്ട് രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ഒക്കെ തല്ലി തകർത്തുകൊണ്ട് ഞങ്ങൾ ഭിന്നിച്ചത്, ഇതിന്റെ പേരിലായിരുന്നല്ലോ, ഇതിപ്പോൾ ആർക്കും വേണ്ടല്ലോ എന്ന് പറയുന്നവരവസ്ഥയും ലോകത്ത് ചിലയിടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അതാ അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് അവിടുന്ന് പറയുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ സംശയിക്കുകയേ വേണ്ട. എന്താണ് അവിടുന്ന് പറയുന്ന മറ്റൊരു ദൃഷ്ടാന്തം? കേട്ടോളൂ, ഒരു സംഭവം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദദ്ദിബു വലാ സാകിൻ, ഒരു ചെന്നായ ഒരാടിനെ പിടിച്ചു. ഒരു ഇടയൻ ഇങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരു ചെന്നായ ഒരാടിനെ ആക്രമിച്ച് പിടിച്ചു. ആടിനെ ആക്രമിച്ച് പിടിച്ചപ്പോ ഈ ഇടയൻ ചെന്നായയുടെ പിന്നാലെ കൂടി ആട്ടിൻകുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ഈ ചെന്നായ അവിടെ ഇരുന്നിട്ട് പറയാണ്, ഇയാളോട്, അലാ തത്തഖില്ലാ തൻസിഉമിന്നീ റിസ്ഖൻ സഅഹുല്ലാഹു ഇലയ്യ, എന്തേ എനിക്കല്ല നൽകിയിട്ടുള്ള റിസ്ഖ് നിങ്ങൾ എന്നിൽ നിന്ന് ഊരിയെടുത്തത്? എനിക്കല്ല തന്നിട്ടുള്ള റിസ്ഖാണല്ലോ, ഇതെന്താ നിങ്ങൾ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കുന്നത്? ഇത് കേട്ടപ്പോ ഈ മനുഷ്യനങ്ങ് ബേജാറായി. എന്റെ അത്ഭുതമേ, മനുഷ്യൻ വർത്താനം പറയും പോലെ ചെന്നായ സംസാരിക്കുകയോ? ആ വാക്കങ്ങ് കേട്ടപ്പോഴും ചെന്നായ പ്രതികരിക്കുകയാണ്, ഇതിനേക്കാൾ ഒരു അത്ഭുതം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യസ്രിബ് എന്ന നാട്ടിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നബി വന്നിട്ടുണ്ട്. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ ഒട്ടേറെ അത്ഭുത കാര്യങ്ങളെപ്പറ്റി ആ റസൂൽ നബി ജനങ്ങളോട് സംസാരിക്കുന്നുമുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ ഇടയൻ തന്റെ ആടുകളെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. മദീനത്തെത്തിയിട്ട് മദീനയുടെ ഒരു കോണിൽ ഈ ആടുകളെ നിർത്തിയിട്ട് വാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അന്വേഷിച്ചു ചെല്ലുകയാണ്. നടന്ന വിവരങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആളുകളെയൊക്കെ പള്ളിയിൽ വിളിച്ചുകൂട്ടിയിട്ട് ആളുകളൊക്കെ എത്തിയെന്ന് കണ്ടപ്പോൾ ഈ ഇടയനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്ബിർഹും, എന്താണ് താങ്കൾക്ക് അനുഭവം ഉണ്ടായതെങ്കിൽ പറഞ്ഞു കൊടുക്കൂ സഹാബിമാരോട്. അങ്ങനെ ഈ മനുഷ്യൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സദഖ, അയാൾ പറഞ്ഞത് സത്യമാണ്. വല്ലദീ നഫ്സീ ബിയദിഹി,